കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതിനെക്കുറിച്ച് സർക്കാരിൻ്റെ അന്വേഷണ സമിതി വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ വരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കുറേ ദുരൂഹതകൾ ഈ സ്ഫോടനത്തിൽ, ഈ പൊട്ടിത്തെറിയിൽ ബാക്കിയാണ്. അപ്പോൾ എന്താണ് അന്വേഷണ സമിതി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ? എപ്പോഴായിരിക്കും ഈ സമിതി നിലവിൽ വരിക? SKN സർക്കാരിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ ഉത്തരവ് പ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ ആണ് ഇതിലെ അന്വേഷണ സമിതിയിലെ ഒന്നാമൻ. അതുപോലെ തന്നെ രഞ്ജു രവീന്ദ്രൻ, കൊല്ലം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി. ഇതുകൂടാതെ ഡോക്ടർ C രവീന്ദ്രൻ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം പ്രൊഫസർ. അതുപോലെ CP മുരളി, അസോസിയേറ്റ് പ്രൊഫസർ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അതുപോലെ രാധിക, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക. ഇവരടങ്ങുന്ന 5 അംഗ സമിതിയാണ് ഇത് അന്വേഷിക്കുക. അന്വേഷണ സംഘത്തിന് സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, അതായത് അവരുടെ ടേംസ് ഓഫ് റെഫറൻസ്, ഉയർന്ന എല്ലാ പരാതികളും അന്വേഷിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പൊട്ടിത്തെറിയും പുകയും അതിൻ്റെ സാഹചര്യവും കൂടി അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഇന്നും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം മറ്റും ഉണ്ടാവുമെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിനകം പ്രാഥമിക റിപ്പോർട്ടിൽ UPS-നുണ്ടായ തകരാറ്, UPS-ലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൻ്റെ പൊട്ടിത്തെറി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് MRI സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിലിപ്സ് കമ്പനിയുടെ UPS, ആ UPS-നാണ് തകരാറായത്. മാത്രവുമല്ല, അതിൻ്റെ AMC മെയിൻ്റനൻസ് നടത്തുന്നത് ഫിലിപ്സ് നേരിട്ടാണ്, ഫിലിപ്സിൻ്റെ തന്നെ ഒരു ഏജൻസിയാണ് നടത്തുന്നത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം ഈ 5 അംഗ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. അത് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. SKN. ദീപക് തെർമണാണ് വിവരങ്ങൾ നൽകിയത്.